ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQയുടെ പാർട്ട് 21 വീഡിയോയുമായിട്ടാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്തില്ലേ, 98/2018 എന്നുള്ള ട്രേഡ്സ്മാൻ പരീക്ഷയിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. യെസ്, നമ്മളൊരു 10ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, യെസ്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ഇത് ട്രേഡ്സ്മാൻ എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് സിലബസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് പോർഷൻസ് അധികമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പം നമുക്ക് നമ്മുടെ നിലവിലെ സിലബസിൽ ഇല്ലാത്തതായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ, അതിൻ്റെ ഒറിജിനൽ സിലബസ് വന്നില്ല. ട്രേഡ്സ്മാൻ എക്സാം മിക്കവാറും ഉണ്ടാവുക ഏപ്രിലിൽ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് കൺഫർമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 22-ാം തീയതി കൺഫർമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വന്നല്ലോ അല്ലേ. യെസ്, 22-ാം തീയതി നമുക്ക് നോക്കാം. നമുക്ക് കറക്റ്റ് ഡേറ്റ് മനസ്സിലാവും, ഏത് ദിവസമാണ് പരീക്ഷ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ആ മാസത്തെ എക്സാമിനേഷൻ കലണ്ടർ വരുന്ന സമയത്ത് യെസ്, ഇനി നടക്കാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ കറക്റ്റ് സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് ഏതാണ്? യെസ്, സാധാരണയായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രീഷ്യൻ സിലബസ് തന്നെയാണ്. സോ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേ സിലബസ് തന്നെ നമുക്ക് ട്രേഡ്സ്മാൻ്റെ വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയ്ക്കും വരാനാണ് സാധ്യത. ഇനി അഥവാ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും ഒരു 10 to 20% ഒക്കെ ചേഞ്ച് വരാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ, ബാക്കിയൊക്കെ ഒരു ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് അല്ലേ. യെസ്, അതുകൊണ്ട് കുറേ പേര് നമ്മുടെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അത് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഞാൻ അതിൻ്റെ വ്യൂസ് കാര്യങ്ങളും അതേപോലെ അതിൻ്റെ എത്ര മണിക്കൂർ കണ്ടു എന്നൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നിലവിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ളൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്ലേ ലിസ്റ്റ് ഓൾറെഡി ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം, യൂസ്ഫുൾ ആയിരിക്കും. കുറേയധികം ഉദ്യോഗാർത്ഥികൾ സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ, മെറ്റീരിയൽസ് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ അവർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാനത് ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. സോ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ. സോ നമുക്ക് ഈ ഒരു ക്ലാസ് തുടങ്ങിയാലോ. യെസ്, ഇന്നത്തെ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാ. ഇനി ട്രാൻസ്ഫോമർ ദി കെമിക്കൽ കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദി ബ്രീത്തർ ഈസ്. യെസ്, നമ്മുടെ നിലവിലെ സിലബസിൽ ഉള്ള പോർഷൻ തന്നെയാണല്ലേ. ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. എന്താണ് ചോദിച്ചത്? കെമിക്കൽ കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദി ബ്രീത്തർ. ബ്രീത്തറിൽ എന്ത് കെമിക്കലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് ആണ് ചോദ്യം. എന്താണ്? സിലിക്ക ജെല്ലാണ് അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ബ്രീത്തർ എന്താണ്? യെസ്, നമ്മളൊരു ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണയായിട്ടൊരു 100 kVA ട്രാൻസ്ഫോമറൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്ഫോമർ ടാങ്ക് ഉണ്ട്. ടാങ്കിലാണ് നമ്മൾ കോറും അല്ലേ, കോറൊക്കെ ഉണ്ടാവും, പ്രൈമറി സെക്കൻഡറി കോയിൽസ് ഉണ്ടാവും. ദെൻ അതിൻ്റെ മേലെ ഒരു കൺസർവേറ്റർ ടാങ്ക് ഉണ്ടാവും അല്ലേ, കൺസർവേറ്റർ ടാങ്ക് ഉണ്ടാവും. ദെൻ ഈ മെയിൻ ടാങ്കും കൺസർവേറ്റർ ടാങ്കുമായിട്ട് കണക്ഷൻസ് ഉണ്ടാവും. ദെൻ ഒരു ഓയിൽ ഏകദേശം ഒരു 100 kVA ട്രാൻസ്ഫോമറിൽ ഒരു 100 ലിറ്റർ, ഒരു 150 ലിറ്റർ ഒക്കെ ഓയിൽ ഉണ്ടാവും. ഒരു 150 ലിറ്റർ ഒക്കെ ഓയിൽ ഉണ്ടാവും. അതിൻ്റെ ഒരു 3% ഓയിൽ എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ കൺസർവേറ്റർ ടാങ്കിലാണ് ഉണ്ടാവുക. ഒരു 3% ഓയിൽ കൺസർവേറ്റർ ടാങ്കിൽ ഉണ്ടാവും. അതാണ് നോർമലായിട്ട് ഉണ്ടാവുക. ഇനി കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒരു പൈപ്പ് ഉണ്ടാവും. അവിടെ നമുക്ക് ഒരു ബ്രീത്തർ വെച്ചിട്ടുണ്ടാവും അല്ലേ. ഈ ബ്രീത്തർ, നമ്മുടെ ട്രാൻസ്ഫോമർ ബ്രീത്ത് ചെയ്യുന്നത് ബ്രീത്തർ വഴിയാണ്. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ ബ്രീത്ത് ചെയ്യുന്നത് ബ്രീത്തർ വഴിയാണ്. അതിനകത്ത് സിലിക്ക ജെൽ ഉണ്ടാകും. ഓക്കെ, സിലിക്ക ജെൽ ഉണ്ടാവും. നോർമലി സിലിക്ക ജെല്ലിൻ്റെ കളർ ബ്ലൂ ആയിരിക്കും. ദെൻ അതിന് മോയ്സ്ചറൊക്കെ ട്രാപ്പ് ചെയ്ത് അത് എന്താ പറയുക, കുറേ വോൺ ഔട്ട് ആയി കഴിഞ്ഞാൽ അത് നോർമൽ കേസിൽ ബ്ലൂ കളറായിരിക്കും. ദെൻ മോയ്സ്ചർ കയറിയിട്ട് അത് റീപ്ലേസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ അത് പിങ്ക് കളറിലേക്ക് മാറും. ഓക്കെ, അതാണ് അതിൻ്റെ സിലിക്ക ജെല്ലിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ. ദെൻ ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റേർണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബക്കോൾസ് റിലേ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, കൃത്യമായിട്ട് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള സെക്ഷൻ അരിച്ച് പെറുക്കി പഠിക്കുക. അതിൽ യൂസ് ചെയ്യുന്ന ഓയിലാണ് മിനറൽ ഓയിൽ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന ഗ്രേഡ് എന്താണ്,
ഓക്കെ, പാരാഫിൻ ബേസ്ഡ് ഓയിലാണ്, മിനറൽ ഓയിലാണ് എന്നൊക്കെ കാര്യമുണ്ട്, അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് പോയാലോ? യെസ്, ദി ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് സ്വിച്ച് ആസ് വെൽ ആസ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. യെസ്, സ്വിച്ച് ആയിട്ടും പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്. ഓക്കെ, DPIC സ്വിച്ച് ആണ്. അതെന്താണ്? അത് നോർമൽ സ്വിച്ച് തന്നെയാണ് അല്ലേ, ഇൻ്റർമീഡിയറ്റ് സ്വിച്ച്. അതെന്താണ്? സ്വിച്ച് തന്നെയാണ്. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഇത് ELCB എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ്. അതൊരിക്കലും നമ്മളൊരു സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യില്ല. ദെൻ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഇതാരാ? ഇത് നമ്മുടെ MCB ആണ് അല്ലേ. MCB എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഓവർ കറണ്ട് അതേപോലെ ഷോർട്ട് സർക്യൂട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യും. ദെൻ നമുക്കിത് വേണമെങ്കിൽ ഒരു മാനുവൽ ആയിട്ട് ഒരു സ്വിച്ച് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒരു സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ MCBs യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ an MCB, a miniature circuit breaker, can be used as a switch as well as protective device. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ MCB എന്നുള്ള സെക്ഷൻ ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് MCB ഉണ്ട്. അത് നിർബന്ധമായിട്ടും പഠിക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി 20ഓളം വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 20ഓളം വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സിലബസ് ഒരു പ്രാവശ്യം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഓട്ടപ്രദർശനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. യെസ്, സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. സൈസ് ഓഫ് ഹാമർ ഈസ് സ്പെസിഫൈഡ് ബൈ. ഓക്കെ, നമ്മുടെ നിലവിൽ ഫോളോ ചെയ്യുന്ന സിലബസിൽ ഈ ഒരു പോർഷൻ ഇല്ല. പക്ഷേ ഇത് ഹാൻഡ് ടൂൾസ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ് ടൂൾസ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സിലബസിലുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ITI നിമി ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പോർഷനാണ്. 2018 ട്രേഡ്സ്മാന് ഇത് എക്സാമിന് ഉണ്ടായിരുന്നു, ടോപ്പിക്കിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് 2022 നടന്നിട്ടുള്ള ഇലക്ട്രീഷ്യൻ ട്രേഡ്സ്മാൻ എക്സാമുകളിൽ ഈ ഒരു പോർഷൻ ഇല്ല. എന്നാലും അറിഞ്ഞിരിക്കുക കേട്ടോ, ഹാമറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്. ഇതെനിക്ക് ഒരു പുതിയ ഒരു അറിവായിരുന്നു. ലെങ്ത് ഓഫ് ഹാമർ, ഡയമീറ്റർ ഓഫ് ഫേസ്, ഹൈറ്റ് ഓഫ് ഹെഡ്, വെയിറ്റ് ഓഫ് ഹാമർ. കറക്റ്റ് ആൻസർ വെയിറ്റ് ഓഫ് ഹാമർ ആണ് കേട്ടോ. അതായത് നമ്മുടെ ചുറ്റികയുടെ ഹെഡില്ലേ, യെസ്, ആ ഹെഡിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഓരോ ഹാമറിൻ്റെയും സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. 250 ഗ്രാമിൻ്റെ ഹാമർ, അതേപോലെ 125 ഗ്രാമിൻ്റെ ഹാമർ, അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയുക കേട്ടോ. സോ ഒരു പുതിയ അറിവായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞു വരുന്ന നോക്കുക. സൈസ് ഓഫ് ഹാമർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ഹാമർ വെച്ചിട്ടാണ് കേട്ടോ. യെസ്, അതിൻ്റെ ഹാമർ ഹെഡിൻ്റെ വെയിറ്റ് എത്രത്തോളമാണ് അതിൻ്റെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ പറയാറ്. നിലവിൽ നിങ്ങൾ ഈ ഒരു പോർഷൻ നോക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ എക്സാമിനേഷൻ കലണ്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിലബസ് അറിയാൻ വേണ്ടി പറ്റും. എന്നിട്ട് സിലബസിൽ ഈ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇത് പഠിച്ചാൽ മതി കേട്ടോ. യെസ്, നെക്സ്റ്റ് പോവാം. ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ. ഓക്കെ, നമ്മളൊരു കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോൾ, ഗ്രാവിറ്റി കൺട്രോൾ അല്ലേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? യെസ്, കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ സ്പ്രിംഗ് ആവാം, ഗ്രാവിറ്റി കൺട്രോൾഡ് ആവാം അല്ലേ. സോ ഈ രീതിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് ഏത് രീതിയിലായിരിക്കണം വെക്കേണ്ടതെന്ന് ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ വെക്കണം. ഓക്കെ, വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ അവിടെ ഗ്രാവിറ്റി ആക്ട് ചെയ്യുകയുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമേ അവിടെ ഗ്രാവിറ്റി ആക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അത് നമ്മൾ വെർട്ടിക്കലി തന്നെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഒരു കൺട്രോളിങ് ടോർക്ക് കിട്ടില്ല, കറക്റ്റ് റീഡിങ് നമുക്ക് കിട്ടിയില്ല എന്ന് വരും കേട്ടോ. സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് വരുന്നത് പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഏത് കൺട്രോളാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലും അല്ലെങ്കിൽ ഏത് പൊസിഷനിലും വെക്കാൻ വേണ്ടി പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് കൺട്രോളിങ് ടോർക്കാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏതാണ്? സ്പ്രിംഗ് കൺട്രോൾ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 34A ആണ് ആൻസർ. നെക്സ്റ്റ് പോവാം. എ സോഡിയം വേപ്പർ ലാമ്പ് ഗീവ്സ് വിച്ച് കളർ ഓഫ് ലൈറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോഡിയം വേപ്പർ ലാമ്പിൻ്റെ കളർ യെല്ലോ ആണ്. നമ്മൾ കഴിഞ്ഞ ഇല്ലുമിനേഷൻ ക്ലാസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, ഡെഫിനേഷൻസ് മുഴുവൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്ലക്സ്, ദെൻ ഇൻറ്റൻസിറ്റി അല്ലേ, ദെൻ ഇല്യൂമിനേഷൻ, ദെൻ ലൂമിനൻസ് അല്ലേ,
ദെൻ സോളിഡ് ആംഗിൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇല്യൂമിനേഷൻ്റെ പഴയ ക്ലാസ് പോയി നോക്കാം. ദെൻ ലാമ്പുകളെ കുറിച്ചു അല്ലേ, സോഡിയം വേപ്പർ ലാമ്പിൻ്റെ കളർ ചോദിക്കാറുണ്ട്. കേരള PSC വന്ന കാലം മുതലേ ഇത് ചോദിക്കാറുള്ളതാണ്, യെല്ലോ കളറാണ്. ഇനി റെഡ് കളർ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്താലോ. എന്താണ്, സോഡിയം വേപ്പർ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലേ, സ്റ്റാർട്ടിങ് ടൈമിലുള്ള കളർ ചോദിക്കാറുണ്ട്. അതെന്താണ്, അത് പിങ്ക് ആണ് കേട്ടോ, അത് പിങ്ക് ആണ്. ദെൻ സോഡിയം വേപ്പർ ലാമ്പിൽ ആഡ് ചെയ്തിട്ടുള്ള മൂലകം, വേറൊരു മൂലകം എന്താണ്, സോഡിയം കൂടാതെ സ്റ്റാർട്ടിങ്ങിനെ സഹായിക്കുന്ന മൂലകം ഏതാണ് ചോദിക്കാറുണ്ട്. അത് നിയോൺ ആണ് അല്ലേ, നിയോൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സോഡിയം വേപ്പർ ലാമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു നിയോൺ ലാമ്പായിട്ടാണ് ആക്ട് ചെയ്യുക. ദെൻ നിയോൺ ലാമ്പിൻ്റെ കളർ ചോദിക്കാറുണ്ട്, അത് റെഡ് ആണ്. ദെൻ നിയോൺ ഉള്ളത് കൊണ്ട് തന്നെ സോഡിയം വേപ്പർ ലാമ്പ് സ്റ്റാർട്ടിങ്ങിൽ അതിനൊരു പിങ്ക് കളർ ഉണ്ടാവും അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ കളർ എവിടെയായിരുന്നു, മെർക്കുറി വേപ്പർ ലാമ്പ് അല്ലേ. മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ കേസിൽ HG കേട്ടോ, HG മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ കേസിലെ കളർ ചോദിക്കാറുണ്ട്. അപ്പം ഗ്രീൻ നമുക്ക് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഗ്രീനിഷ് ബ്ലൂ, ഓക്കെ, ഗ്രീനിഷ് ബ്ലൂ അല്ലെ, ബ്ലൂയിഷ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ആൻസർ ചെയ്യാം കേട്ടോ. കേരള PSCയുടെ വിവിധ ക്വസ്റ്റ്യൻസിലായിട്ട് ഇങ്ങനെ ആൻസേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ ഇതൊക്കെ അതിൻ്റെ കറക്റ്റ് ആൻസറാണ്. ഓക്കെ ആണല്ലോ. യെസ്, നെക്സ്റ്റ് പോവാം. ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഹാസ് 3-pin ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ. ദിസ് ഈസ് ഡൺ ഫോർ. എന്താണ് ഈ ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ? നമ്മൾ സാധാരണ ബൾബ് ഇടുന്ന ഹോൾഡർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ഇതേപോലെ ആയിരിക്കുമല്ലോ. ഈ സാധനം സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും, ബൾബ് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു റൊട്ടേഷൻ ചെയ്യും അല്ലേ, ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴാണ് അതവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആവുക. ഒരു LED ബൾബോ അല്ലെങ്കിൽ ഒരു CFL ഒക്കെ നിങ്ങൾ ഇടുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ദെൻ ഈ ബയോണെറ്റ് ക്യാപ്പിൻ്റെ ലാമ്പ് ഹോൾഡർ, ഓക്കെ, ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ സാധാരണയായിട്ട് 200 വാട്ട് വരെ മാത്രമേ നമുക്ക് ബയോണെറ്റ് ക്യാപ്പിൻ്റെ ലാമ്പ് ഹോൾഡർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ഓർത്ത് നോക്കുക. ബയോണെറ്റ് ഹോൾഡർ ലാമ്പുകൾ നമുക്ക് 200 വാട്ട് വരെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ദെൻ എബോവ് ഒരു 200ൻ്റെ എബോവ് എന്നിട്ട് ഒരു 300 വാട്ട് വരെ നമ്മൾ യൂസ് ചെയ്യുക എഡിസൺ സ്ക്രൂ ഹോൾഡറാണ് കേട്ടോ. എഡിസൺ സ്ക്രൂ ഹോൾഡർ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, എഡിസൺ സ്ക്രൂ ഹോൾഡറാണ് നമ്മൾ 300 വാട്ട് വരെ യൂസ് ചെയ്യുക. ദെൻ 300 വാട്ടിൽ കൂടുതലാണെങ്കിലോ, യെസ്, അവിടെ ഗോലിയാത്ത് എഡിസൺ സ്ക്രൂ ടൈപ്പ് ലാമ്പ് ഹോൾഡറാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഗോലിയാത്ത് എഡിസൺ സ്ക്രൂ ടൈപ്പ് ലാമ്പ് ഹോൾഡർ. ഓക്കെ, ഗോലിയാത്ത് എഡിസൺ സ്ക്രൂ അല്ലെങ്കിൽ ഗോലിയാത്ത് സ്ക്രൂ ടൈപ്പ് എന്നൊക്കെ കൊടുക്കാറുണ്ട്. രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഗോലിയാത്ത് എഡിസൺ സ്ക്രൂ ടൈപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഗോലിയാത്ത് സ്ക്രൂ ഹോൾഡർ എന്ന് പറയാറുണ്ട്. അത് 300 വാട്ടിൽ കൂടുതൽ. ഓക്കെ, 300 വാട്ടിൽ കൂടുതൽ. ഇതെന്താ എഡിസൺ സ്ക്രൂ ഹോൾഡറോ, അത് നമ്മൾ സാധാരണ 200 മുതൽ 300 വരെ. ദെൻ ബയോണെറ്റ് ക്യാപ്പ് ആണെങ്കിൽ അത് 200 വാട്ട് വരെ ഉള്ള ലാമ്പുകൾക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണിത്, 3-pin ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ. ഹൈ പ്രഷർ മെർക്കുറി ലാമ്പിന് 3-pin, ഓക്കെ, 3-pin ബയോണെറ്റ് ക്യാപ്പിൻ്റെ ലാമ്പ് ഹോൾഡർ ഉണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ വീടുകളൊക്കെ യൂസ് ചെയ്യുന്ന CFL അല്ലെങ്കിൽ എന്താ പറയുക LED ലാമ്പുകളൊക്കെ B22 ടൈപ്പ് ആയിരിക്കും. B22 ടൈപ്പ് അതിൽ രണ്ട് സ്ക്രൂസാണ് ഉണ്ടാവുക അല്ലേ. ഇത് നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ ഇതിൽ എത്ര സ്ക്രൂ ഉണ്ട്, 1 2 3. അപ്പം ഈ ഒരു ബൾബ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ 2-pin ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ ഇട്ടാൽ കയറുമോ? ഇല്ല. ഇതിന് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയേ, 3 കട്ടുള്ള ലാമ്പ് ഹോൾഡർ തന്നെ വേണം. കണ്ടോ, 3 കട്ട്. അപ്പം ഇതിൽ മാത്രമേ ഈ പറയുന്ന ഇത്തരത്തിലൊരു ലാമ്പ് ഫിക്സ് ആവുകയുള്ളൂ. സോ മനസ്സിലാക്കുക, ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഹാസ് 3-pin ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ. ദിസ് ഈസ് ഡൺ ഫോർ ടു മേക്ക് എ 3-phase കണക്ഷൻ. 3 phase ഒന്നല്ല, സിംഗിൾ ഫേസിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുക. പ്രിവെൻറ്റ് റോങ് കണക്ഷൻ, കറക്റ്റാണ്, പ്രിവെൻറ്റ് റോങ് കണക്ഷൻ. അതായത് ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ കേസിൽ അതൊരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ടൊരു ഹോൾഡറിലേക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് ഇൻഡക്ടറും കപ്പാസിറ്റേഴ്സും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വേണ്ടി വരും കേട്ടോ. അത് നമുക്ക് ഒരു ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ കേസിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ആവശ്യമുണ്ട്. സോ നമ്മൾ കെയർലെസ് ആയിട്ട്, സപ്പോസ് അറിയാതെ എങ്ങാനും ഒരു 2-pin ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡറിലേക്ക് ഇട്ടുപോയാലോ, അങ്ങനെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ കേസിൽ ഇതേപോലെ 3-pin ബയോണെറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്രിവെൻറ്റ് റോങ് കണക്ഷൻ. അത് ഈ ഒരു ടൈപ്പിലായിരിക്കും ഉണ്ടാവുക, 3-pin ഉണ്ടാവും. സോ അതിൻ്റെ ലാമ്പ് ഹോൾഡറിനും ഇതേപോലെ 3 കട്ടുള്ളതുണ്ടാവും.
ഓക്കെ, അത് റോങ് കണക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പോയാലോ. എ ചോക്ക് ഈസ് ജനറലി യൂസ്ഡ് ഇൻ സീരീസ് വിത്ത് ഫ്ലൂറസെൻ്റ് ട്യൂബ് സർക്യൂട്ട് ടു. എന്തിനാ ഫ്ലൂറസെൻ്റ് ട്യൂബിൻ്റെ അകത്ത് നമ്മൾ ചോക്ക് യൂസ് ചെയ്യുന്നത്? നമ്മളെ ട്യൂബ് ലൈറ്റ് ഒക്കെ ഇല്ലേ, ട്യൂബ് ലൈറ്റിൻ്റെ അകത്തൊരു ചോക്ക് യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ അല്ലേ? അതിൻ്റെ അകത്തൊരു വലിയ ചോക്ക് ഉണ്ടാവും. പഴയ ടൈപ്പ് ട്യൂബ് ലൈറ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ചോക്ക് ഉണ്ടാവും അല്ലേ? യെസ്, ചോക്കും ഉണ്ടാവും, സ്റ്റാർട്ടറും ഉണ്ടാവും അല്ലേ? യെസ്, ഒരു സ്റ്റാർട്ടറും ഉണ്ടാവും. എന്തിനായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്? ചോക്കിൻ്റെ പ്രൈമറി പർപ്പസ്, ഓക്കെ, 2 പർപ്പസ് ഉണ്ട് ചോക്കിന്. പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വോൾട്ടേജ് ഹൈ ആക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇനീഷ്യൽ വോൾട്ടേജ് ഹൈ ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡറി പർപ്പസ് എന്ന് പറയുന്നത് കറണ്ട് ലിമിറ്റ് ചെയ്യുക, ഓക്കെ, കറണ്ട് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡറി പർപ്പസ്. അതായത് വർക്കിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യുക, അതാണ് സെക്കൻഡറി പർപ്പസ്. പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വോൾട്ടേജ് ഹൈ ആക്കുക, ഓക്കെ. ഒരു ഹൈ വോൾട്ടേജ് നമുക്ക് ഇനീഷ്യലി ആവശ്യമായിട്ടുണ്ട്, അത് ഹൈ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? അത് ചോക്കാണ്. ഇംപ്രോപ്പർ പവർ ഫാക്ടർ അല്ല, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണുള്ളത്? നമുക്ക് കപ്പാസിറ്റർ ഉണ്ട് കേട്ടോ. പ്രിവെൻറ്റ് ഫ്ലിക്കറിംഗ് അല്ല, ടു മേക്ക് ഹൈ വോൾട്ടേജ് ഫോർ കണ്ടക്ഷൻ. കറക്റ്റാണ്. ഇനീഷ്യലി ഹൈ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ക് യൂസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ ഇല്യൂമിനേഷനിലെ ചോദ്യമാണ് കേട്ടോ ഈ സാധനം. ഓക്കെ, കുറച്ചൊരു ടഫ് സാധനമല്ലേ? നമ്മൾ സാധാരണ ഡിഗ്രി ലെവലിനോ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിനോ പഠിക്കുന്ന സാധനങ്ങളാണോ ഇത്? അല്ല. ഞാനൊരു 4 വർഷമൊക്കെ ആയി ഇല്യൂമിനേഷൻ പഠിപ്പിക്കുന്നു. പക്ഷേ ലാമ്പ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഡിപ്ലോമയിലോ ഡിഗ്രിയിലോ പഠിക്കുന്നില്ല കേട്ടോ. പക്ഷേ ITI സിലബസിൽ ലാമ്പ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇല്യൂമിനേഷൻ എന്നുള്ള ചാപ്റ്റർ ITIയുടെ നിമി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക കേട്ടോ. നമുക്ക് അറിയാത്ത കുറേ പുതിയ കൺസെപ്റ്റുകളുണ്ട്, അതൊന്ന് എഴുതിയെടുക്കുക. യെസ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഡിഗ്രി ലെവലിലും അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നെക്സ്റ്റ്, 3 phase ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആർ യൂഷ്വലി കണക്റ്റഡ് ഇൻ. ഉണ്ടോ? അതായത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ 3 phaseൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏത് കണക്ഷനാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ജനറേറ്റിംഗ് സ്റ്റേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക സ്റ്റാർ പ്രൈമറിയിൽ, ഡെൽറ്റ സെക്കൻഡറിയിൽ. ഓക്കെ, പ്രൈമറിയിൽ സ്റ്റാർ ആയിരിക്കും, അവിടെ 3 ഫേസും ഉണ്ടാവും, 3 ഫേസും ഉണ്ടാവും, ഒരു ന്യൂട്രൽ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രൽ എർത്ത് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഡെൽറ്റയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സുഖമാണ്? യെസ്, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സുഖകരമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? യെസ്, 3 കണ്ടക്ടേഴ്സ് മതി അല്ലേ? യെസ്, ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടക്ടർ നമുക്ക് സേവ് ചെയ്യാം. സോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്മിഷൻ്റെ സമയത്തും നമ്മൾ യൂസ് ചെയ്യുക ഡെൽറ്റ ട്രാൻസ്ഫോമേഴ്സ് ആണ് കേട്ടോ. ട്രാൻസ്മിഷൻ്റെ സമയത്ത് സപ്പോസ് എനിക്ക് വോൾട്ടേജ് കൂട്ടണം, ഇതിപ്പോൾ 110 ഇല്ലെന്ന് വിചാരിച്ചു, എനിക്കിപ്പോൾ 220 മാറ്റണം, നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റയാണ് യൂസ് ചെയ്യുക. യെസ്, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി ഡിസ്ട്രിബ്യൂഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡെൽറ്റ സ്റ്റാർ ആണ് യൂസ് ചെയ്യുക. ഡെൽറ്റ ആയിരിക്കും പ്രൈമറിയിൽ, സ്റ്റാർ ആയിരിക്കും സെക്കൻഡറിയിൽ. എന്തുകൊണ്ടായിരിക്കും? യെസ്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡിസ്ട്രിബ്യൂഷൻ വന്നല്ലോ അല്ലേ? ഒന്നുകിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വന്നു. സോ നമുക്ക് എന്തായാലും 3 ഫേസും ഒരു ന്യൂട്രലും കൂടി ആവശ്യമായിട്ട് വരും. ഓക്കെ, സപ്പോസ് ഫേസ് ടു ഫേസ് എത്രയാണ് വരിക? ഇത് ഫേസ്, ഇത് ഫേസ്, ഇത് ഫേസ് അല്ലേ? ഫേസ് ടു ഫേസ് എന്ന് പറയുമ്പോൾ എത്ര വോൾട്ടായി? 415 വോൾട്ടായി. ഫേസ് ടു ന്യൂട്രൽ എടുത്താലോ നമുക്ക് 230 വോൾട്ട് കിട്ടും അല്ലേ? 230 അല്ലെങ്കിൽ 240 വോൾട്ട് കിട്ടും. സോ ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് നമുക്ക് എപ്പോഴും ന്യൂട്രൽ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഡെൽറ്റ സ്റ്റാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പവർ സിസ്റ്റം വളരെ വലിയ സബ്ജക്റ്റാണ്, വാസ്റ്റ് സബ്ജക്റ്റാണ്. നമ്മൾ എത്രത്തോളം പറഞ്ഞാലും തീരില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഏരിയയാണ് പവർ സിസ്റ്റം. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട്സ് എഴുതി റെഡിയാക്കുക. നെക്സ്റ്റ് പോവാം. കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം ഈസ്. ഓക്കെ, അലൂമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? കോപ്പറുമായിട്ട് താരതമ്യം ചെയ്യണം. ഓക്കെ, യെസ്, കണ്ടക്ടേഴ്സ് എന്നുള്ള സെക്ഷനിൽ അലൂമിനിയത്തിനെ കുറിച്ചും കോപ്പറിനെ കുറിച്ചും ഒരു ചെറിയൊരു കമ്പാരിസൺ ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലേ, അലൂമിനിയത്തിനേക്കാളും കണ്ടക്ടിവിറ്റി കൂടുതൽ ആണ് കോപ്പറിന്. ഓക്കെ, കോപ്പർ ഈസ് മോർ, കണ്ടക്ടിവിറ്റി കൂടുതലാണല്ലേ? കണ്ടക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? കോപ്പറിനാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് വയേഴ്സിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കോപ്പർ യൂസ് ചെയ്യുന്നതും. അതേപോലെ യെസ്, ഈ മെഷീൻസിൽ നമ്മൾ വൈൻഡിങ്ങിനൊക്കെ കോപ്പർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. യെസ്, കണ്ടക്ടറായിട്ട് പരമാവധി കണ്ടക്ടിവിറ്റി കൂട്ടാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ ആവുന്നത്. യെസ്, അത് വൺ ഓഫ് ദി റീസൺ ആണ്. ഇനി അലൂമിനിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അലൂമിനിയത്തിൻ്റെ കേസിലാണെങ്കിൽ വെയിറ്റ് കുറവാണ് അലൂമിനിയത്തിന്. കോപ്പറിനേക്കാളും വെയിറ്റ് കുറവാണ് എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക. അതുകൊണ്ടൊക്കെ കൊണ്ടാണ് വെയിറ്റും കുറവാണ്, ചീപ്പറുമാണ് കേട്ടോ.
അലൂമിനിയത്തിനേക്കാളും ചീപ്പറുമാണ്, അതുപോലെ വെയിറ്റും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ അലൂമിനിയം കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ കോപ്പർ അല്ലേ കുറച്ചും കൂടി കണ്ടക്ടിവിറ്റി കൂടുതൽ, അപ്പോൾ കുറച്ചുകൂടി നല്ലത് സുപ്പീരിയർ ആയിട്ടുള്ളത് കോപ്പർ അല്ലേ, എന്നിട്ട് എന്താ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലൊന്നും കോപ്പർ യൂസ് ചെയ്യാത്ത? യെസ്, അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടി വരും? എക്കണോമിക് ഫാക്ടേഴ്സ് നോക്കേണ്ടി വരും, അതേപോലെ വെയിറ്റ് നോക്കേണ്ടി വരും അല്ലേ. യെസ്, വെയിറ്റ് കൂടുന്ന സമയത്ത് സാഗ് കൂടുതലായിരിക്കും, നമ്മൾ ബാക്കിയുള്ള ട്രാൻസ്മിഷൻ പോൾസ് അതേപോലെയുള്ള ബാക്കിയുള്ള എക്സ്ട്രാ എക്യുപ്മെൻറ്റ്സിനൊക്കെ ഇത് ബാധിക്കും. ഓക്കെ, സോ അതൊക്കെ കൊണ്ടാണ് കോപ്പർ കൂടുതൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിട്ടും കൂടുതൽ സുപ്പീരിയർ ആയിട്ട് നമ്മൾ അലൂമിനിയം യൂസ് ചെയ്യുന്നത്. കുറേയധികം കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, അലൂമിനിയത്തിന് കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ 61% ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. 60% കണ്ടക്ടിവിറ്റി മാത്രമേ ഉള്ളൂ അലൂമിനിയത്തിന്. ദെൻ 30% വെയിറ്റ് മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കുക കേട്ടോ. 30% വെയിറ്റ് ഓഫ് കോപ്പർ, 60% കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ. ഓക്കെ, അത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെയും പറയാറുണ്ട്, കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റി അലൂമിനിയത്തിൻ്റെ 1.6 ടൈംസ് ഓഫ് അലൂമിനിയം എന്ന് പറയാറുണ്ട് കേട്ടോ. അലൂമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ 1.6 ടൈംസ് കണ്ടക്ടിവിറ്റി ഉണ്ട് ആർക്ക്? കോപ്പറിന്. അങ്ങനെയും പറയാറുണ്ട്, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈസി അല്ലേ? ഇനി നിങ്ങൾ പറഞ്ഞേ എന്താണ് കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം ഈസ്? യെസ്, അലൂമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി കുറവാണ്. ഏതാ ആൻസർ? എന്താ? 60% ദാറ്റ് ഓഫ് കോപ്പർ അല്ലേ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? യെസ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ടേ കണ്ടോ. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് അടിച്ചതാണ്. ദി കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം ഈസ് 60% ദാറ്റ് ഓഫ് കോപ്പർ. സ്മോളർ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം മീൻസ് ഫോർ എനി പെർട്ടിക്കുലർ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കണ്ടക്ടർ മസ്റ്റ് ബി ലാർജർ ഇൻ അലൂമിനിയം ദാൻ ഇൻ കോപ്പർ. For the same resistance, diameter of aluminum conductor is 1.26 times the diameter of copper conductor. അതായത് നമുക്ക് കണ്ടക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കുറച്ച് അധികം വേണ്ടി വരും. ഓക്കെ, കോപ്പറിനേക്കാളും കൂടുതൽ വലിയ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ വെയിറ്റ് കുറവായതുകൊണ്ടും കോസ്റ്റ് കുറവായതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന അലൂമിനിയം ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കണ്ടക്ടറായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അലൂമിനിയമാണ്. ഓക്കെ, ഇവിടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസസിലൊക്കെ കേട്ടോ. യെസ്, നെക്സ്റ്റ് ദി ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഈസ് നോൺ ആസ്. എന്താണ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ? ഫ്ലക്സ് പെർ ഏരിയ എന്താ? ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ. ഫ്ലക്സ് ഡെൻസിറ്റി നമ്മളെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? അത് ബി ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താ? ബി ആണ്. കറണ്ട് ഡെൻസിറ്റി അല്ല, ഫ്ലക്സ് ഡെൻസിറ്റി കറക്റ്റാണ്. ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ. ബി എന്ന് ആണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താ? അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താ? EMF ആണിത്, ഇതല്ല. ഓക്കെ, അതായത് നമ്മൾ സാധാരണയായിട്ട് പറയില്ല, ഒരു കാന്തം എടുത്തു കഴിഞ്ഞാൽ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഇങ്ങനെ ഇമാജിനറി ആയിട്ടുള്ള ലൈൻസ് അല്ലേ, ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ആക്ച്വലി ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ടോ? ഇല്ല, ആക്ച്വലി ഇങ്ങനെ ഒരു ലൈൻസ് ഇല്ല. നമ്മൾ നമ്മുടെ ഈ ഒരു തിയറി ഒക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. സോ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നെയാണ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇനി എന്താണ് ഫ്ലക്സ്? എന്താണ് ഫ്ലക്സ് എന്ന് പറയുന്നത്? നമ്മൾ കുറേയധികം ലൈൻസ് ഓഫ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൂട്ടത്തിന് പറയുന്ന പേരാണ് ഫ്ലക്സ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഫ്ലക്സ്. ഇനി ഫ്ലക്സ് ഡെൻസിറ്റി എന്താ? ബി എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ ഏരിയ. ഓക്കെ, ഫ്ലക്സ് പെർ ഏരിയ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഒക്കെ വളരെ സിമ്പിളാണ്. മാഗ്നറ്റിക്സ് ഒക്കെ പഠിക്കാൻ വളരെ ഈസിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും ഒക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വളരെ ചെറിയൊരു ലോജിക് ഉണ്ടായാൽ തന്നെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സും അതേപോലെ മാഗ്നറ്റിക്സും എന്താണ് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുണ്ടോ അതന്നെ മാഗ്നറ്റിക്സത്തിലുണ്ട്. ഇപ്പം പൊട്ടൻഷ്യലൊക്കെ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഒരു സ്കെയിലറാണ് അല്ലേ. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഒരു സ്കെയിലറാണ്. അതേപോലെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട്, അതും സ്കെയിലറാണ്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് നോക്കുക, വായിച്ച് നോക്കുക, പഠിക്കാൻ വളരെ ഈസിയാണ്. യെസ്, അത്രയേ ഉള്ളൂ. നമ്മൾ 10 ചോദ്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള 10 ചോദ്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിടാം. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിടാം. താല്പര്യമുള്ളവർക്ക്, ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.
താങ്ക് യു.